ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ, ഇവിടെ ഒരു സഹായത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇവിടെ ഒരു കടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇനി സഹായം പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ ആരും വരണ്ട. നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അവർ നമ്മളോട് കടം ചോദിക്കുന്നത് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണോ അതോ അത്യാവശ്യമാണോ എന്നൊക്കെ കറക്റ്റ് അറിയാനും, അതുപോലെ തന്നെ ഇവരത് കറക്റ്റ് സമയത്ത് തിരിച്ച് തരുമോ എന്നുള്ള ഇതൊക്കെ കറക്റ്റ് അറിയാനായിട്ടും കഴിയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ഞാൻ ഈ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെയുള്ള ഓരോ കാര്യങ്ങളും വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനിത പ്രേമനാണ്. കാരണം അവളുടെ ക്യാരക്ടർ, ഞാനുമായിട്ട് കൂട്ടുകൂടിയ അന്ന് മുതലുള്ള ക്യാരക്ടർ ആ ഒരു വീഡിയോയിൽ വരച്ചു കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് അനിത പ്രേമൻ. അത് അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അയാളുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് അനിത പ്രേമന് വേണ്ടിയുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആദ്യം തന്നെ അവരുടെ എന്താ പറയുക സെൻറ്റിമെൻറ്റ്സ് നമ്മളിൽ അവർ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആക്കും. അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാക്കി നിങ്ങളുടെ കൂടെ കൂടുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ അനിത പ്രേമൻ അവിടെ നിൽക്കട്ടെ, അഭിലാഷ് അവിടെ നിൽക്കട്ടെ, അവർ രണ്ടുപേരും അല്ലാതെ വേറെ കുറച്ച് 2-3 പേരെ കൂടി ഞാൻ അകറ്റി നിർത്തിയിട്ടുള്ളതാണ്. ഈ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേരെ ചെറിയൊരു അകലം പാലിച്ച് നിർത്തിയിട്ടുണ്ട്. അതെന്തായാലും വളരെ നല്ല കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലായിരുന്നുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ സെൻറ്റിമെൻറ്റ്സിൽ വീഴുന്ന ഒരാളാണോ എന്നവർക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് ശ്രമങ്ങൾ അവരുണ്ട്. അവർ നല്ല രീതിയിൽ നമ്മളെ നിരീക്ഷിക്കും. അതിൻ്റെ ലാസ്റ്റാണ് അവർ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, കടം. ഇത് ഫസ്റ്റ് തന്നെ ഈ കടവും പരിവട്ടവുമായിട്ട് നടക്കുന്ന ആളുകളുടെ സ്ഥിരം പരിപാടിയാണ് സെൻറ്റിമെൻറ്റ്സ്. അവർ നമ്മളോട് ആദ്യം തന്നെ ഈ സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങൾ പറയുമെങ്കിലും ഒന്നും ആവശ്യപ്പെടില്ല. പക്ഷേ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് നല്ല രീതിയിലുള്ളൊരു സ്നേഹവും ഒരു ദയയും ഒക്കെ നമ്മുടെ മനസ്സിനുണ്ടാവും. അതാണ് ആദ്യത്തെ ഉണ്ടാവുന്ന ആ ഒരു തെറ്റും അവരുടെ ആദ്യത്തെ ലക്ഷ്യവും. അതവർ നേടും. അത് കഴിഞ്ഞ് പിന്നെ അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഇനി ഈ ക്യാരക്ടറുള്ള ആരെങ്കിലും നിങ്ങളുമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു അലിഗേഷൻ പറയുന്നു. ഇപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ കൂടെയുള്ള അവരുടെ ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കുറിച്ചായിരിക്കും അവർ അലിഗേഷൻ പറയുന്നത്. ആരെക്കുറിച്ചാണെങ്കിലും എതിരൊരു അലിഗേഷൻ പെട്ടെന്ന് അവർ പറയുമ്പോൾ അതിൽ വ്യക്തമായ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന്. ഈ അലിഗേഷൻ എതിർത്ത് അവർ പറയുന്ന ആളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത് എല്ലാ നാട്ടുകാരുടെ മൊത്തവും വീട്ടുകാരുടെ മൊത്തവും നമ്മൾ ഇങ്ങനെ ഇത് ക്യാരക്ടർ ചെയ്യാനല്ല പറയുന്നത്. നമ്മളിലേക്ക് കൂടുതൽ അടുത്തടുത്ത് വരാൻ ശ്രമിക്കുന്ന ഒരാൾ പറയുന്ന അലിഗേഷൻസിന് പിന്നിൽ ആ അലിഗേഷൻ പറയുന്ന ആളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലതിനും ഉത്തരം കിട്ടും. ഏത് ബോർഡറിൽ നിർത്തണം എന്നതിനൊരു ഉത്തരം കിട്ടും. അത് നമ്മൾ കണ്ടെത്താതിരിക്കാനാണ് ഇവർ ആദ്യം തന്നെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ അവരുടെ ഭർത്താവിനെ കുറിച്ചാണ് ഒരു അലിഗേഷൻ പറയുന്നത്, അത് നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിനെ വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്തുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറി എന്നുള്ളതിന് വ്യക്തമായൊരു ഉത്തരം അവിടെ ഉണ്ടാവും. അത് ഇവൾ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുമുണ്ട്. അത് വ്യക്തമാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു രീതി തന്നെയാണ് പിന്തുടരുന്നത്. 1-2 ആളുകളല്ല, ഒരുപാട് പേരുണ്ട്. ഇനിയുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചതിക്കാനായിട്ട് നമ്മളോട് സ്നേഹം കൂടി നമ്മുടെ കൂടെ വരുന്ന ഈ ഒരു വ്യക്തി അവരുടെ അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന അവരുടെ മറ്റൊരു സുഹൃത്തിനെ മോശമായിട്ട് പറയുമ്പോൾ അവിടെയും ഒരു ചോദ്യം വരും. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ നിങ്ങളും ചതിക്കപ്പെടും. അത് എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ സെയിം രീതിയിൽ ഇവളും എന്നോട് പെരുമാറിയിട്ടുണ്ട് അനിത പ്രേമൻ. തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണത്തിനൊടുവിൽ നിങ്ങൾക്ക് പല സത്യങ്ങളും നിങ്ങളുടെ ചെവിയിൽ കേൾക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ സെൻറ്റിമെൻറ്റ്സ് ഓൾറെഡി വർക്കൗട്ടാക്കി ഇവൾ ഇങ്ങനെയുള്ളവർ വെച്ചിരിക്കുന്നത് കൊണ്ട് ആ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല. അതാണ് സംഭവിക്കുന്നത്. പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ നമ്മളോടൊന്നും ആവശ്യപ്പെടില്ല. അത് ലാസ്റ്റത്തെ നമ്മളെ ചതിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവർക്ക് പറയാനുള്ളൊരു അടവാണത്. ഞാൻ ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ, നിങ്ങളല്ലേ സഹായിച്ചത്. പക്ഷേ ഈ ഒരു സഹായം നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന വട്ടം വരെ നമ്മളുടെ കൂടെ നിന്ന് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ഇല്ലായ്മകൾ, നഷ്ടങ്ങൾ, ഇല്ലായ്മകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. അങ്ങോട്ട് ചോദിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ട്രിക്ക്. അത് നോക്കി വെച്ചോ ഫ്രണ്ട്സ്. ഇങ്ങനെ കരഞ്ഞു പിഴിയുന്നവർ കള്ളന്മാരായിരിക്കും. അങ്ങനെ ഇവർ കരഞ്ഞ് നമ്മളിൽ നിന്നും ആദ്യത്തെ സഹായം അങ്ങ് സ്വീകരിക്കും. അത് സഹായം. ഇനിയാണ് ചതിക്കുഴിയിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ കടമ്പയൊക്കെ കഴിഞ്ഞവർക്ക് നമ്മൾ നല്ലൊരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഇഷ്ടമായിരിക്കും നമ്മളോട്. നമ്മൾ അത്രയും വലിയൊരു ഇതിൽ നമ്മൾ അവരെ സഹായിച്ചതാണല്ലോ, തീർച്ചയായിട്ടും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അതവർ കീപ്പ് ചെയ്യും. പിന്നെയാണ് പടിപടിയായിട്ട് നമുക്കത് താങ്ങ് തരാനായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സഹായം നൽകുമ്പോൾ, സോഷ്യൽ മീഡിയ വഴി ഒരു സഹായം നമ്മൾ നൽകുമ്പോൾ നമ്മുടെ കോണ്ടാക്റ്റ് അവരിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ആ കോണ്ടാക്റ്റിൽ പിടിച്ച് അവർ കയറിക്കോളും കേട്ടോ. നിങ്ങളുടെ ആ സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യം അവിടെ ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അത് വെച്ചിട്ട് അവർ പിടിച്ചോളും. എന്താണെന്ന് വെച്ചാൽ പിന്നീട് വിളിയാകും, പറച്ചിലാകും. ഒരു ദിവസം മെസ്സേജ് കണ്ടില്ലെങ്കിൽ അവർക്ക് കിടക്കപ്പുറത്ത് കാണില്ല. അയ്യോ, അവർ നമ്മുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ അവർ ആഹാരം പോലും കഴിക്കില്ല. അങ്ങനെ അതൊരു ദിനചര്യയുടെ ഭാഗമാക്കി അവർ മാറ്റും. ഇത്രയും ആയി കഴിഞ്ഞാണ് ഇവരുടെ അടുത്ത നീക്കം. കാരണം നമ്മൾ ഇവരുടെ സോഷ്യൽ മീഡിയ ആണല്ലോ, കൂടുതൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മൾ അന്വേഷിക്കാനായിട്ട് നിൽക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു കുടുംബം ഉള്ളതാണ്. അത് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അവരെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു ഞാനുമ്മേ കളി കളിക്കരുത്. അതിപ്പോൾ ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും നമ്മുടെ കുടുംബത്തോട്ടൊരു പ്രശ്നം ഉണ്ടാവുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു ചെറിയ തുക എന്ന് പറയുന്നൊരു തുക ഇല്ല. കാരണം 100 രൂപയ്ക്ക് 100 രൂപ അത് അധ്വാനിച്ചാലേ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും പിടിച്ചു പറിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ചെറിയ തുകയായിരിക്കാം. ഇനിയാണ് തിരിച്ചു തരാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ട്രിക്കിൽ കുറച്ച് നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായാലും കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് കടം വാങ്ങിക്കുന്നവരുടെ പ്രധാന സ്വഭാവം ഞാനിവിടെ പറയുന്നത്. ഇവർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളോട് മാത്രം വീണ്ടും വീണ്ടും ആ ഒരു കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് വേറെ ആരും സഹായിക്കാനായിട്ട് മനസ്സുള്ള വേറെ ആരും അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നല്ല. നേരെ മറിച്ച് ഇവർ നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും ഒരു അത്യാവശ്യം ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരിടത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് അവർക്ക് അത് സെറ്റിലാക്കാൻ നോക്കും. അല്ലാതെ ഒരാളിൽ തന്നെ കേന്ദ്രീകരിച്ച് നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കില്ല. പക്ഷെ അങ്ങനെ നമ്മളിൽ തന്നെ ചോദിച്ചു, അയ്യോ തരണം 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 എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അവർ മറ്റാരോടും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. കാരണം ബാക്കിയുള്ളവരോട് എല്ലാവരും ഇതേ പരിപാടി തന്നെ കാണിച്ച് ഫുള്ള കടമായിരിക്കും. പക്ഷെ ഇവർ നമ്മളോട് കടം ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാനൊരു ട്രിക്ക് ഉണ്ട്. ആദ്യം നമ്മളെ സെൻറ്റിമെൻറ്റ്സിൽ പിടിച്ചൊരു സഹായം നമ്മൾ അങ്ങോട്ട് കൊടുത്തോ, അവരാവശ്യപ്പെടാതെ തന്നെ നമ്മൾ ആ ഒരു സഹായം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവരിങ്ങോട്ട് പറയുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അവരാവശ്യപ്പെടാതെ കൊടുത്ത ആ ചെറിയ സഹായം, അതിന് ശേഷം അവർ ഈ കുറച്ച് വാചകങ്ങൾ പറയും. അതായത് സ്വന്തം വീട്ടുകാർ പോലും, അമ്മയും അച്ഛനും പോലും, എത്രയോ അടുത്ത ആളുകൾ പോലും സഹായിക്കാത്തൊരു കാര്യമാണ് നീ ചെയ്തത് എന്നൊരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ബന്ധുക്കളിലേക്ക് എല്ലാ ബന്ധുക്കളും ഒരുപോലെ ഇരിക്കില്ല, ചിലർ സ്വാർത്ഥരായിരിക്കാം. പക്ഷേ അതിനേക്കാളുപരി ഇങ്ങനെയുള്ള ക്യാരക്ടർ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. അത് എന്തുകൊണ്ടായിരിക്കാം ആരും തന്നെ സഹായിക്കാത്തത്, ഇത്രയും ഒരു ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും അവരെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ്? അത് അവരുടെ തരികിട സ്വഭാവം കൊണ്ട് മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ കൂടുതൽ അവരിലേക്ക് എടുക്കാൻ നിൽക്കേണ്ട. തീർച്ചയായിട്ടും ഒരാൾ ആവശ്യപ്പെടാതെ നിങ്ങൾ സഹായിക്കുമ്പോൾ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് പാട്ട് കേട്ട് അവരാവശ്യപ്പെടാതെ നിങ്ങൾ സഹായിക്കുമ്പോൾ, അവർ മനസ്സിൽ കുറിച്ചിടുന്നൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഈ ഒരു സഹായത്തിൽ നിന്നെ ഞാൻ ഒതുക്കില്ല. അത് മനസ്സിലാക്കുക. അത് സത്യമായിട്ടുള്ളൊരു സത്യമാണ്. എല്ലാ മനുഷ്യരുടെ ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. ചിലർ നമ്മുടെയൊക്കെ ബന്ധുക്കളാണെങ്കിൽ പോലും പണത്തിൻ്റെ ഇത് വെച്ചിട്ട്, പണത്തിൻ്റെ തൂക്കം വെച്ചിട്ട് തല്ലിപ്പിരിഞ്ഞ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മളാരുടെയും തലയിൽ കയറാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് അത് മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം ഇവർ നിലനിർത്തി ലാസ്റ്റ് കരഞ്ഞു മെഴുകി നമ്മളോടൊരു കടമായിട്ടൊരാവശ്യം ഇവർ ചോദിക്കും. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അവരോട് പറയുന്നത്, എനിക്ക് ഇത് കിട്ടിയിട്ട് കുറച്ച് ആവശ്യങ്ങളുള്ളതാണ്, ഞാൻ ആ ആവശ്യം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നമ്മൾ അത് അവരോട് ഏറ്റു പറയും. പക്ഷെ അവർക്കത് യാതൊരു വിലയില്ല. അത് അവർ ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളയും. കാരണം അവർക്കത് തരാൻ ഉദ്ദേശമില്ല ആദ്യം തന്നെ. പിന്നെ രണ്ടാമത് വരുന്നൊരു കാര്യം, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ പ്രധാനപ്പെട്ടൊരു ഇത് ഞാൻ പറയാം. ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. നിങ്ങളിപ്പോൾ കടം കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് എടുത്ത് പറയുകയാണ് പല പ്രാവശ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത് എങ്ങനെ നിങ്ങൾ തരും? പക്ഷേ ഈ ചോദ്യം നമ്മൾ ചോദിക്കാതെ തന്നെ അവരാവർത്തിച്ച് പൊലിപ്പിച്ച് അവരിങ്ങോട്ട് പറയുകയാണ്, എനിക്ക് അതിന് കിട്ടാനുണ്ട്, ഇതിന് കിട്ടാനുണ്ട്, അവിടെ നിന്ന് കിട്ടുമ്പോൾ തരും, ശമ്പളം കിട്ടുമ്പോൾ അതാണ് ഉറപ്പാണ്, മറ്റത് വിറ്റ് കിട്ടാനുണ്ട് അതാണെന്ന്. ഇങ്ങനെ ഓവറായിട്ട് അവർ നിങ്ങളോട് അത് എങ്ങനെ ആ പണം നിങ്ങൾക്ക് തരും എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നെ, അത് അവിടെ സ്റ്റോപ്പ് ചെയ്തോ, അത് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു വഴി ഉണ്ടാവത്തില്ല. ആ ഒരു വഴിയിൽ നിന്നും അവർക്ക് പണവും കിട്ടാൻ പോകുന്നില്ല. അഥവാ കിട്ടിയാൽ
അത് നിങ്ങൾക്ക് തരാനും പോകുന്നില്ല. ഇതാണ് ഇങ്ങനെയുള്ള ചതിയന്മാരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴി. അത് അടിവരയിട്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് എങ്ങനെ തരും, നിങ്ങൾക്ക് വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിക്കാതെ തന്നെ ഇത്ര മാസം കഴിയുമ്പോൾ തരാനുള്ള കംപ്ലീറ്റ് വഴികളും അവരിങ്ങോട്ട് പറയും. അതാണ് ഏറ്റവും വലിയ നമ്പർ 1 തട്ടിപ്പുകാരുടെ സൂചന. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇവരെ അടിച്ച് തെറിപ്പിക്കാം. പക്ഷേ നിങ്ങൾ ആദ്യം ഒരു കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് യാതൊരു എളുപ്പമില്ലാതെ അവർ വീണ്ടും ചോദിക്കും നിങ്ങളോട്. നിങ്ങളിൽ നിന്ന് എത്രത്തോളം പിഴിയാമോ അതാണ് അവർ പിഴിയും. മനസ്സിലായില്ല? ആ കടമാണ് കേട്ടോ. ഈ സഹായമല്ല, ഇത് സഹായമായിട്ട് ഒരു കാരണവശാലും കണക്ട് ചെയ്ത് സഹായം വേറെ കടം വേറെ. അത് മനസ്സിലാക്കാത്തവരോട് സംസാരിക്കാൻ നിൽക്കരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അവർക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു കടത്തിൽ ഒതുക്കത്തില്ല. നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന മാത്രമല്ല, ഇപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ ഒരു ഇടവേള കഴിഞ്ഞെന്ന് വെക്കുക, അടുത്ത മാസം തരാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞെന്ന് വെക്കുക. അപ്പോൾ ഇവർ തരാൻ ഉദ്ദേശിച്ചില്ലാത്തവർ പറയുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഇത്തിരി പണം കൂടി ആവശ്യമുണ്ട്, അടുത്ത മാസം ഞാനിത് ഒന്നിച്ച് തന്നുകൊള്ളാം. ഈ ഒരു വാക്ക് കേട്ടോ, നിങ്ങൾ ദയവ് ചെയ്ത് പോയി പിന്നെ ഞാൻ കൊടുക്കാൻ നിൽക്കരുത്. ഇങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഒഴിഞ്ഞു പോയത്. എന്തായാലും ആദ്യത്തതേ പോയി, വീണ്ടും കൊടുത്തിരുന്നെങ്കിൽ എല്ലാം പോയേനെ. അത്രയും സമാധാനം. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ടൊരു ഇതെന്ന് പറഞ്ഞാൽ സത്യത്തിനൊന്നും യാതൊരു വിലയും പ്രതീക്ഷിക്കണം കേട്ടോ. അമ്മ, അച്ഛൻ, സ്വന്തം പ്രസവിച്ച മക്കൾ, ദൈവം, ഇവരൊക്കെ പിടിച്ച് സത്യം ഇടാനായിട്ട് ഇങ്ങനെയുള്ളവർക്ക് യാതൊരു മടിയില്ല. അതിലൊന്നും വീണേക്കരുത്, ഒട്ടും വീഴരുത്. അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ പോലും വീണ്ടും കൊടുക്കരുത്. വീണ്ടും ഒരു കാരണവശാലും കൊടുക്കരുത്. അത് കിട്ടാൻ പോകുന്നില്ല. അവർ കൂട്ടി അങ്ങോട്ട് എടുക്കത്തേ ഉള്ളൂ. കൂട്ടി ഒരു കാരണവശാലും ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി അനിത പ്രേമൻ ഉൾപ്പെടെ പറ്റിക്കാനായിട്ട് നിങ്ങളുടെ പിന്നാലെ കൂടുന്ന ആളുകളുടെ അവസാന തടവാണ് ഞാൻ ഈ പറയുന്നത്. ഇതോടുകൂടി ചാപ്റ്റർ ക്ലോസ് ആകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല. നിങ്ങളിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ അറ്റം വരെ മാക്സിമം ഊറ്റിയെടുക്കുന്നത് വരെ അവരുടെ മെസ്സേജസ് നിങ്ങളുടെ വാട്സപ്പിൽ കാണും, അല്ലെങ്കിൽ കോളുകൾ നിങ്ങളുടെ കോൾ ഹിസ്റ്ററിയിൽ കാണും. അവസാനത്തെ ആ ഒരു തുണ്ടും കൂടി അവരുടെ കൈവശം ആയി കഴിയുമ്പോൾ, ഇനിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ പിന്നീട് ഇവരുടെ മെസ്സേജസ് കാണില്ല, കോൾ കാണില്ല, അങ്ങോട്ട് വിളിച്ചാൽ എടുക്കത്തുമില്ല. ഇത് ഒരു ഒന്നാന്തരം ട്രിക്കാണെന്ന് ഞാൻ പറയും. അവർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ല എടുക്കാതിരിക്കുന്നത്. ഇത് ഒന്നാന്തരം ഇത്തരം പറ്റിപ്പ് ടീംസിൻ്റെ ട്രിക്കാണ്. കാരണം നമ്മളെ ട്രിഗർ ചെയ്യുക, നമ്മളിൽ നിന്നുള്ള ആ സംസാരത്തിൻ്റെ ടോൺ മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത് അടിവരയിട്ട് ഞാൻ പറയും. ഇതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ട്രിഗർ ആവണം, ദേഷ്യപ്പെടണം. പിന്നെ സ്നേഹത്തോടെ അല്ലാതെ നമ്മൾ 2 വാക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ മെസ്സേജ് ഇടണം. അത് കാണും. പിന്നെ അവർ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അതാണ് അവരുടെ അടവ്. ഇത്രയും ഒരു അടവിലേക്ക് ഇവറ്റകളെ വളർത്താതിരിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും കട്ടയ്ക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സഹായിക്കുക എന്നുള്ളത് ഇതിൽ ഒരു വിഷയമല്ല. സഹായം വേറെ, കടം വേറെ. അത് ഞാൻ ഇപ്പോഴും പറയും. ചിലർ അതുമായിട്ട് കണക്ട് ചെയ്യുക. സഹായിക്കണം. മനുഷ്യന് ഒരുപാട് അർഹതപ്പെട്ടവർക്ക് കൂടി ഇവറ്റകൾ കാരണം നഷ്ടപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും സഹായം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇവറ്റകൾ കാരണം ആ സഹായം കൂടി ഇല്ലാതാവുന്നു. അതാണ് മെയിനായിട്ടുള്ളൊരു പോയിന്റ്. എന്താണെങ്കിലും നമ്മളെ ട്രിഗർ ചെയ്ത് ലാസ്റ്റ് ഇവർ 2 വാക്ക് നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ച് സംസാരിച്ചും കഴിയുമ്പോൾ അവർ ആ ചാപ്റ്ററും ക്ലോസ് ചെയ്തിട്ട് അങ്ങ് പോകും. പിന്നെ നമ്മുടെ അവസ്ഥ ഇവരാലോചിക്കുന്നില്ല. അതിനേക്കാളും നാണം കെട്ട ഇതെന്ന് പറഞ്ഞാൽ, വീണ്ടും ഇവരുടെ അവസ്ഥ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്രയും ഒരു സാഹചര്യം വരുമ്പോൾ അവസ്ഥ ഇവർക്ക് ബാധകമല്ല. ഈ കടക്കാർക്ക് മനസ്സിലല്ലേ, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് യാതൊരു വിധ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോഴും പ്രധാനം അവരുടെ അവസ്ഥ മാത്രമാണ്. എന്തൊരു നാണം കെട്ട മനുഷ്യരാണെന്നാണ് വിചാരിക്കേണ്ടത് ഇതൊക്കെ.